നമസ്കാരം. നിയമപരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന എല്ലാവർക്കും സ്വാഗതം. ജൂറിസ്പ്രുഡൻസിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ലീഗൽ റൈറ്റ്സ്. ഇന്ന് നമ്മൾ ഈ വിഷയത്തിലേക്ക് ആഴത്തിലൊന്ന് ഇറങ്ങിച്ചെല്ലാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്നല്ലേ? ഇതാണ് നമ്മുടെ ഒരു റോഡ് മാപ്പ്. ലീഗൽ റൈറ്റ്സ് എന്ന ആശയത്തെപ്പറ്റി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി മനസ്സിലാക്കാൻ ഈ ഒരു ഓർഡർ നിങ്ങളെ സഹായിക്കും. അപ്പം ശരി, നമുക്ക് നേരെ ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. എന്താണ് ഒരു ലീഗൽ റൈറ്റ്? നമുക്കിതിൻ്റെ അടിസ്ഥാന നിർവചനത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ലീഗൽ ടേംസ് ഒക്കെ നമുക്ക് ഇംഗ്ലീഷിൽ തന്നെ പറയാം, പക്ഷേ ആശയം ലളിതമായ മലയാളത്തിൽ മനസ്സിലാക്കാം. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ലീഗൽ റൈറ്റ് എന്ന് പറയുന്നത് വെറുമൊരു മോറൽ ക്ലെയിം അല്ല. അത് നിയമം അംഗീകരിക്കുന്ന, ഭരണകൂടം അതിൻ്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് സംരക്ഷിക്കുന്ന, നടപ്പിലാക്കുന്ന ഒരു താൽപ്പര്യമാണ്. പരീക്ഷയിൽ ഡെഫിനിഷൻ എഴുതുമ്പോൾ ഈ പോയിന്റ് ഉറപ്പായും ഓർക്കണം. അപ്പോൾ ഇതാണ് ഒരു ലീഗൽ റൈറ്റിൻ്റെ പ്രധാനപ്പെട്ട ചില സ്വഭാവങ്ങൾ. ഇവ ഓരോന്നും എങ്ങനെയാണ് ഒരു ലീഗൽ റൈറ്റ് ഒരു സാധാരണ ആഗ്രഹത്തിൽ നിന്നോ അല്ലെങ്കിൽ ഒരു മോറൽ റൈറ്റിൽ നിന്നോ ഒക്കെ വ്യത്യസ്തമാവുന്നത് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇനി നമുക്കൊരു ലീഗൽ റൈറ്റിനെ ഒന്ന് കീറി മുറിച്ച് പരിശോധിച്ചാലോ? അതിൻ്റെ പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനായി നമ്മൾ ഉപയോഗിക്കുന്നത് പ്രശസ്ത നിയമജ്ഞനായ സാൽമണ്ടിൻ്റെ ഫ്രെയിംവർക്കാണ്. പരീക്ഷയ്ക്ക് ഉത്തരം എഴുതുമ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇതൊന്ന് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറയാം. നിങ്ങളൊരു ഭൂമി വാങ്ങുകയാണെന്ന് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ വാങ്ങുന്നയാളായ നിങ്ങളാണ് സബ്ജക്റ്റ്. ആ ഭൂമിയിൽ ആരും അതിക്രമിച്ച് കയറരുത് എന്നതുകൊണ്ട് ലോകത്തുള്ള എല്ലാവരും പേഴ്സൺ ബൗണ്ടാണ്. ആരും ഇടപെടാതിരിക്കുക എന്നതാണ് കണ്ടന്റ്. ആ ഭൂമിയാണ് ഓബ്ജക്റ്റ്. പിന്നെ നിങ്ങൾക്ക് ആ അവകാശം കിട്ടിയത് വിൽപ്പന രേഖ വഴിയാണെങ്കിൽ അതാണ് ടൈറ്റിൽ. സിമ്പിളല്ലേ? ഏതൊരു ലീഗൽ കോൺസെപ്റ്റിന് പിന്നിലും ചില ഫിലോസഫിക്കൽ ഡിബേറ്റുകൾ കാണും, അല്ലേ? ഇവിടെയും അതുപോലെ തന്നെ. അവകാശങ്ങൾ എന്തിനാണ് നിലനിൽക്കുന്നതെന്ന് വിശദീകരിക്കുന്ന രണ്ട് പ്രധാന തിയറികളുണ്ട്: വിൽ തിയറിയും ഇൻട്രസ്റ്റ് തിയറിയും. നമുക്കത് ഓരോന്നും എന്താണെന്ന് നോക്കാം. അപ്പോൾ ഈ രണ്ട് തിയറികളും തമ്മിലുള്ള ആ ഒരു പ്രധാന വ്യത്യാസം ഇപ്പം നിങ്ങൾക്ക് ക്ലിയറായി കാണും, അല്ലേ? അതായത് അവകാശങ്ങൾ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ സ്വന്തം ഇഷ്ടം അല്ലെങ്കിൽ ആ ഒരു വിൽ പ്രകടിപ്പിക്കാനുള്ളതാണോ, അതോ ആ വ്യക്തിയുടെ താൽപ്പര്യങ്ങൾ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് സംരക്ഷിക്കാനുള്ള ഒരു ടൂളാണോ? ഇതാണ് ഇവിടുത്തെ പ്രധാന ചോദ്യം. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ലീഗൽ റൈറ്റ്സിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. എല്ലാ ലീഗൽ റൈറ്റ്സും ഒരുപോലെയല്ല. പരീക്ഷയ്ക്ക് സ്പെസിഫിക് ആയിട്ട് ചോദ്യങ്ങൾ വന്നാൽ ഉത്തരം എഴുതാൻ ഈ ക്ലാസിഫിക്കേഷൻ അറിഞ്ഞിരിക്കുന്നത് വളരെ പ്രധാനമാണ്. ഇവിടെ നോക്കും, ഈ വർഗീകരണങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. പോസിറ്റീവ് റൈറ്റ് എന്ന് പറയുമ്പോൾ മറ്റൊരാൾ ഒരു കാര്യം ചെയ്യണം എന്ന് നമുക്ക് ആവശ്യപ്പെടാം. പക്ഷേ നെഗറ്റീവ് റൈറ്റിലോ മറ്റുള്ളവർ ഒന്നും ചെയ്യാതെ മാറി നിൽക്കണം, അതായത് നമ്മുടെ കാര്യത്തിൽ ഇടപെടരുത് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് പെർഫെക്റ്റും ഇംപെർഫെക്റ്റും. ഒന്ന് കോടതി വഴി നമുക്ക് നേടിയെടുക്കാം, മറ്റേത് നിയമപരമായി നിലനിൽപ്പുണ്ടെങ്കിലും കോടതി വഴി നടപ്പിലാക്കാൻ പറ്റില്ല. ഈ ഇൻ റെം, ഇൻ പെർസോണ എന്ന വേർതിരിവ് സിവിൽ നിയമത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായ ഒന്നാണ് കേട്ടോ. ഇത് നന്നായി മനസ്സിലാക്കണം. റൈറ്റ് ഇൻ റെം എന്ന് പറയുന്നത് ലോകത്തുള്ള ആർക്കെതിരെയും പ്രയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ്. എന്നാൽ റൈറ്റ് ഇൻ പെർസോണ ഒരു പ്രത്യേക വ്യക്തിക്കെതിരെ മാത്രം പ്രയോഗിക്കാൻ കഴിയുന്ന ഒന്നാണ്. അപ്പോൾ റൈറ്റ് എന്ന് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഈ വാക്ക് പലപ്പോഴും കുറച്ച് കൺഫ്യൂസിംഗ് ആണ് അല്ലെങ്കിൽ അവ്യക്തമാണ് എന്ന് വെസ്ലി ഹോഫൽഡ് എന്ന നിയമജ്ഞന് തോന്നി. അതുകൊണ്ട് ഈ നിയമപരമായ ബന്ധങ്ങളെ കൂടുതൽ കൃത്യതയോടെ മനസ്സിലാക്കാൻ അദ്ദേഹം സ്വന്തമായി ഒരു ഫ്രെയിംവർക്ക് ഉണ്ടാക്കി. ഹോഫിൽഡിൻ്റെ വിശകലനത്തിൻ്റെ ഒരു പ്രധാന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നിയമപരമായ ബന്ധങ്ങളെ കൃത്യമായി ജോഡികളായി അദ്ദേഹം തിരിച്ചു. ഈ ചിത്രത്തിൽ കാണുന്നില്ലേ, ഒരു റൈറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ മറുഭാഗത്തെപ്പോഴും ഒരു ഡ്യൂട്ടി ഉണ്ടാകും. ഒന്നില്ലാതെ മറ്റൊന്നിന് നിലനിൽപ്പില്ല. ഇവയെയാണ് ഡ്യൂറൽ കോറിലേറ്റീവ്സ് എന്നു പറയുന്നത്. ഈ ടേബിൾ നോക്കിയാൽ ഹോഫൽഡിൻ്റെ ഐഡിയ കുറച്ചുകൂടി ക്ലിയർ ആവും. ഉദാഹരണത്തിന് പവർ എന്ന കോൺസെപ്റ്റ് എടുക്കാം. ഒരാൾക്ക് നിയമപരമായ ഒരു ബന്ധത്തിൽ മാറ്റം വരുത്താനുള്ള കഴിവാണത്. അപ്പോൾ അതിൻ്റെ കോറിലേറ്റീവ്, അതായത് കൂടെ വരുന്നത് എന്താണ്? മറ്റേയാൾക്ക് ആ മാറ്റം സ്വീകരിക്കാനുള്ളൊരു ലയബിലിറ്റി ഉണ്ട്. അതുപോലെ ഒരാൾക്കൊരു കാര്യം ചെയ്യാനുള്ള പ്രിവിലേജ് അല്ലെങ്കിൽ ലിബർട്ടി ഉണ്ടെങ്കിൽ അതിനർത്ഥം മറ്റൊരാൾക്ക് അതിൽ ഇടപെടാതിരിക്കാനൊരു നോ റൈറ്റാണ് ഉള്ളത്. ഓക്കെ, നമ്മൾ തിയറിയൊക്കെ പഠിച്ചു. ഇനി ഏറ്റവും പ്രാക്ടിക്കലായ ഒരു കാര്യത്തിലേക്ക് വരാം. പരീക്ഷയ്ക്ക് ലീഗൽ റൈറ്റ്സിനെ പറ്റിയൊരു ചോദ്യം വന്നാൽ ഒരു 15-20 മാർക്കിന് എങ്ങനെ നല്ലൊരു ഉത്തരം എഴുതാം? അതിൻ്റെ ഒരു മോഡൽ സ്ട്രക്ചറാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. നോക്കൂ, ഈ ഒരു സ്ട്രക്ചർ നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങളുടെ ഉത്തരത്തിന് ഒരു നല്ല ഒഴുക്ക് കിട്ടും. ഡെഫിനിഷനിൽ തുടങ്ങി അതിൻ്റെ ഘടകങ്ങൾ, തിയറികൾ, ക്ലാസിഫിക്കേഷൻ, അവസാനം ഒരു നല്ല കൺക്ലൂഷനും.
ഇങ്ങനെ എഴുതുമ്പോൾ ആ വിഷയത്തിൽ നിങ്ങൾക്കുള്ള അറിവ് എത്രത്തോളം ആഴത്തിലുള്ളതാണെന്ന് വ്യക്തമായി കാണിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പോകുന്നതിന് മുൻപ് ഈ ഒരു ചോദ്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ജുറിസ്പ്രുഡൻസ് അല്ലെങ്കിൽ നിയമതത്വശാസ്ത്രം എന്ന് പറയുന്നത് പുസ്തകത്തിൽ മാത്രമുള്ള ഒന്നല്ല, അതെപ്പോഴും വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിയമവിദ്യാർത്ഥികൾ എന്ന നിലയിൽ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണിത്. ഈ ഡിജിറ്റൽ ലോകത്ത് നിയമം സംരക്ഷിക്കേണ്ട പുതിയ താൽപ്പര്യങ്ങൾ എന്തൊക്കെയായിരിക്കും?